തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. സീറ്റ് വിഭജനം ഓരോ ജില്ലകളിലും നടപ്പാക്കേണ്ടുന്ന രീതികൾ, ബൂത്ത് തല പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഒരു സുപ്രധാന തീരുമാനം കൈക്കൊള്ളാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. അതായത് ഒരു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ ഒരു മുഖ്യധാര പാർട്ടി തയ്യാറാകുന്നു എന്ന് പറയുന്നത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു നിലപാടാണ്. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഒരു ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നു, പക്ഷെ അതൊരു മുഖ്യധാര പാർട്ടിക്ക് വേണ്ടി ആയിരുന്നില്ല. അപ്പോൾ ഇത് ആദ്യമായ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പോലെ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു അവസരം ഇത്തരത്തിലുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് നൽകുമ്പോൾ അത് തികഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് ട്രാൻസ്ജെൻഡർ വിഭാഗം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് KPCC പ്രസിഡന്റിന് നൽകിയിട്ടുള്ള ഒരു നിവേദനം പരിഗണിച്ചുകൊണ്ടാണ് 5 പേരെ പരിഗണിക്കാമെന്നുള്ളൊരു വാക്കാലുള്ള ഉറപ്പ് ഇപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്നത്. 5 ജില്ലകളിൽ നിന്നായി 5 പേരെ മത്സരിപ്പിക്കണം എന്നുള്ള ആവശ്യമാണ് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. ഇതിൽ സംസ്ഥാന പ്രസിഡന്റ് അമേയ പ്രസാദ്, നഡാല, അരുണിമ M കുറുപ്പ്, രാഗരഞ്ജിനി, സന്ധ്യ എന്നിവർക്ക് സീറ്റ് നൽകിയേക്കും. വിവിധ ജില്ലകളിലായി 5 പേർക്ക് സീറ്റ് നൽകിയേക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതൊരു പ്രാഥമികമായ ചർച്ച മാത്രമാണ്. അന്തിമഘട്ടങ്ങളിലേക്കൊക്കെ കടക്കേണ്ടത് DCC പ്രസിഡന്റുമാരും ഒക്കെ ആയിട്ടുള്ള കൂടിയാലോചനകൾക്ക് ശേഷമാണ്. എന്തായാലും KC വേണുഗോപാലിനെയും സണ്ണി ജോസഫിനെയും കണ്ട് വ്യക്തിപരമായി ഇക്കാര്യം ഉന്നയിച്ച ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് അംഗങ്ങൾക്ക് അനുകൂലമായ മറുപടി ലഭിച്ചു എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു നിർണായക സുപ്രധാന തീരുമാനമായിരിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം.